ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, ജിന്നിന്റെ പ്രവർത്തന അഭൗതികമാണ് എന്നിടത്തേക്ക് ഇപ്പോൾ കേന്ദ്രം എത്തിയിരിക്കുന്നു. ഇതാണ് അടിസ്ഥാനത്തിൽ ഒന്ന്. ഇത് എത്തുന്നതോടുകൂടി സ്വാഭാവികമായും പല വിഷയത്തിലും ഇതിന്റെ സ്വാധീനമുണ്ടാവും. എന്നാൽ അഭൗതികമായ കഴിവ് അല്ലാഹുവിലേക്ക് മാത്രം എന്ന് പറയുന്നത് മാറിയിട്ട് ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, ജിന്നിന്റെ പ്രവർത്തന അഭൗതികമാണ് എന്നിടത്തേക്ക് ഇപ്പോൾ കേന്ദ്രം എത്തിയിരിക്കുന്നു. ഇതാണ് അടിസ്ഥാനത്തിൽ ഒന്ന്. ഇത് എത്തുന്നതോടുകൂടി സ്വാഭാവികമായും പല വിഷയത്തിലും ഇതിന്റെ സ്വാധീനമുണ്ടാവും. ഈ അസ്ല് മാറുമ്പോൾ സ്വാഭാവികമായും ഹദീസ് നിഷേധങ്ങളുടെ അതിലേക്ക് കുറച്ചുകൂടി ചായും. അതാണ് മർക്കസ് സാഹിബ് നേരത്തെ ചെയ്തത്. മർക്കസ് സാഹിബ് 2002 പറഞ്ഞു ജിന്ന് അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്. ഇത് 2002 മർക്കസ് സാഹിബ് പറഞ്ഞു. ആ 2002 അവർ പറഞ്ഞ് ഇപ്പോൾ 23 കൊല്ലം കഴിയുമ്പോഴേക്ക് ധാരാളം ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റാതായി മാറി. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ തെറ്റായ ബേസാണ്. ഈ ബേസ് സ്വീകരിച്ചാൽ സ്വാഭാവികമായും ജിന്നുകൾ ഇടപെടുമെന്ന ഹദീസ് നിഷേധിക്കേണ്ടി വരും. ജിന്നുകളുമായി നമ്മൾ ബന്ധപ്പെടാവുന്ന എന്തൊക്കെ ഹദീസ് ഉണ്ടോ ആ ഹദീസൊക്കെ നിഷേധിക്കേണ്ടി വരും. അപ്പൊ സിഹർ നിഷേധിക്കേണ്ടി വരും, സ്വാഭാവികം ജിന്നുബാധ നിഷേധിക്കേണ്ടി വരും. അപ്പൊ 2013 ഫെബ്രുവരിയിൽ ജിന്ന് അഭൗതികം തന്നെ എന്ന ലേഖനം, ആ ലേഖനം വന്നതിന്റെ പേരിലാണ് ഇവിടെ മുഴുവൻ പ്രശ്നവും ഉണ്ടായത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ജിന്ന് അള്ളയാകും, ജിന്നിനെ കുറിച്ച് അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവുള്ള ആള് എന്നൊക്കെ പറയേണ്ടി വരും എന്നാണല്ലോ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. വീണ്ടും ചോദിക്കുക, നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കുന്നത്? ഇനി അങ്ങനെയാണെന്ന് സമ്മതിക്കുക, വാദത്തിന് സമ്മതിക്കുക. എങ്കിൽ ചോദ്യം, ആ ലേഖനം എഴുതിയ ആളാരാ? ജിന്ന് അഭൗതികം തന്നെ എന്ന ലേഖനം എഴുതിയ ആള് ആരാണ്? നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ ആ ലേഖനം എഴുതിയ ആളെ കാണാം. ആ ലേഖനം അദ്ദേഹവും അഥവാ കഴിഞ്ഞ ദിവസം ഫൈസൽ മുസ്ലിയാരും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്താണ് അവിടെയുള്ളത്? ആരാ എഴുതിയത്? KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി. എന്താണ് ആ ലേഖനം എഴുതിയ ആളിന്റെ പേര് നിങ്ങൾ പറയാതിരുന്നത്? ജിന്ന് അഭൗതികം തന്നെ എന്ന ലേഖനമാണ് യഥാർത്ഥത്തിൽ കേന്നമുകാർ തൗഹീദിൽ നിന്ന് തെറ്റി എന്നതിന്റെ തെളിവായിക്കൊണ്ട് നിങ്ങൾ അവതരിപ്പിക്കുമ്പോ ആ ലേഖനം എഴുതിയത് KC മുഹമ്മദ് മൗലവി മാറഞ്ചേരിയാണ് എന്നുള്ള വാചകം എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? നിങ്ങളത് പറയാൻ ബാധ്യസ്ഥനല്ലേ? അത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ലേ? ഈ കാണുന്ന ലേഖനം തന്നെയല്ലേ അത്? അപ്പോ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി 2007 പറഞ്ഞതിൽ വ്യത്യസ്തമായി 2013 ഫെബ്രുവരിയിൽ ഇതാ ജിന്നുകൾ അഭൗതികം തന്നെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേരള മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന യഥാർത്ഥ വഴിയിൽ നിന്ന് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന് പറയുമ്പോ നിങ്ങൾ ഇത് എഴുതിയ ആളുടെ പേര് പറയണ്ടേ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ KC മുഹമ്മദ് മൗലവി മാറഞ്ചേരിയെ നിങ്ങൾ ആദരിച്ചു. ജാമിയ ഹിന്ദിൽ നിങ്ങൾ കൊണ്ടുപോയി, തലമുറകളുടെ സംഗമത്തിൽ നിങ്ങൾ കൊണ്ടുപോയി ലേഖനം എഴുതിയതിനു ശേഷം നിങ്ങൾക്കത് കാണാൻ കഴിയും. 2013 ശേഷം, ഈ ലേഖനം എഴുതിയതിനു ശേഷം ഈ പറയുന്ന KC മുഹമ്മദ് മൗലവി മാറഞ്ചേരിയെ തലമുറകളുടെ സംഗമത്തിലേക്ക് കൊണ്ടുപോവുകയും ജാമിയ ഹിന്ദിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയത് ആരാ? പറപ്പൂരാൻ. അടുത്ത ഫോട്ടോ നിങ്ങൾ നോക്ക്. ആരാ KC മൗലവിയുടെ കൂടെ നിൽക്കുന്നത്? KC മുഹമ്മദ് മൗലവി മാറഞ്ചേരിയുടെ കൂടെ നിൽക്കുന്നത് ആരാണ്? ഇന്നലെ പ്രസംഗിച്ച അതേ ഫൈസൽ മുസ്ലിയാരാണ്. ഇവിടെ നിങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി, അദ്ദേഹത്തെ നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരുദ്ധരിച്ചില്ല? പിന്നീട് അദ്ദേഹം തൗഹീദിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എങ്കിൽ, അതിന് ലേഖനം എഴുതുന്ന ആളാണെങ്കിൽ എന്തിനാണ് ഇത്തരം ഒരു പോരാട്ട നാടകം നിങ്ങൾ നടത്തിയത്? നിങ്ങൾ നോക്കൂ, ഇത് ഫൈസൽ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. തൗഹീദിന് വിരുദ്ധമായ നിരവധി സംഗതികൾ കുത്തി നിറച്ച ഒരു പുസ്തകമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ രചിച്ച ഒരു പുസ്തകമാണിത്. ആധികാരികമായിട്ട് പറയുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് വരൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനെതിരെ പുസ്തകം എഴുതി ശുബ്ഹാത്തുൻ ഹൗല തൗഹീദ് വറദ്ദു അലൈഹാ, അതിനനുസൃതമായ ഒരു പേരും കൊടുത്ത് തൗഹീദിനെതിരെ എഴുതിയ ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പോലും കൃത്യമായി എഴുതി വെച്ചു. എന്താണെന്നറിയോ? കേട്ടോ, ഇതിന്റെ 132 പേജിൽ സാധാരണയായി കാണാൻ സാധിക്കാത്ത ജീവിവർഗം എന്ന നിലയിൽ അവയെ അദൃശ്യ സൃഷ്ടികൾ എന്നോ അഭൗതിക ജീവികൾ എന്നോ വിളിക്കാവുന്നതാണ്. ഇത് ഫൈസൽ മുസ്ലിയാർ തന്നെ എഴുതിയ പുസ്തകമല്ലേ? ഇതിന്റെ 132 പേജിൽ പറയുന്നു, സാധാരണയായി കാണാൻ സാധിക്കാത്ത ജീവിവർഗം എന്ന നിലയിൽ അവയെ അദൃശ്യ സൃഷ്ടികളെന്നോ അഭൗതിക ജീവികളെന്നോ വിളിക്കാവുന്നതാണ്.
എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് എന്ന് പറയാൻ പാടുള്ളതല്ല. എന്നാൽ അമാനി മൗലവി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെയുള്ള അർത്ഥ തലങ്ങളിൽ അഭൗതികം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്.